പിറ്റേന്ന് രാവിലെ ആ പെൺകുട്ടി കണ്ണു തുറക്കുമ്പോൾ ഒരു ഇരുമ്പ് കൂട്ടിനുള്ളിലാണ് അവൾ ഉണ്ടായിരുന്നത്. അവളുടെ മുന്നിൽ ഭയപ്പെടുത്തുന്ന മുഖംമൂടി ധരിച്ച ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് മനുഷ്യരെ ഇറച്ചിക്കായി വളർത്തുന്ന ഒരു ക്രൂരമായ ഫാമിലാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ശേഷം അവൾക്കും ഗർഭിണിയാകാനുള്ള എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് അവളെ ഒരു ഒഴിഞ്ഞ റൂമിൽ പൂട്ടിയിടുന്നു. അവിടെ 2 വർഷമായി തടവിലായിരുന്ന ഒരു സ്ത്രീയെ അവൾ കാണുന്നു. ആ പെണ്ണ് ഇവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അവിടെയുള്ള സംഭവങ്ങളൊക്കെ തുറന്നു പറയുന്നു. ആ സ്ത്രീയിൽ നിന്ന് പാലെടുക്കാനാണ് അവിടെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലില്ലാത്തത് കൊണ്ട് ഇനി അവളെ കൊണ്ട് ഉപകാരമില്ലാതായിരിക്കുന്നു. ഉപകാരമില്ലാത്തത് കൊണ്ട് ആ സ്ത്രീയെ പിറ്റേന്ന് തന്നെ ആ മുഖംമൂടി ധരിച്ച ആളുകൾ വന്നിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. നമ്മുടെ നായിക ഈ ഭയാനകമായ കാഴ്ച നേരിട്ട് കാണുകയാണ്. പിന്നെ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സമയം അവളുടെ കാമുകനെ കാണിക്കുന്നു. അവൻ ബോധം വന്ന് ഉണരുമ്പോൾ അപ്പുറത്തെ കൂട്ടിലൊക്കെ കുറെ മനുഷ്യന്മാരെ ഇതുപോലെ കൂടിനുള്ളിലാക്കിയത് അവൻ കാണുന്നു. അവനൊന്നും മനസ്സിലായില്ല. ഇവരെല്ലാം കൊന്നിട്ട് ഉടനെ തന്നെ ബർഗറാക്കാൻ പോവുകയായിരുന്നു. പേടിച്ച് നിലവിളിച്ച അവനെ ആ മുഖംമൂടി ധരിച്ച ആളുകൾ അടിച്ചു ബോധം കെടുത്തുന്നു. പിന്നീട് ഇയാൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് അവന്റെ കാമുകിയുടെ അടുത്തെത്തുന്നു. തുടർന്ന് അവർ രണ്ടുപേരും കൂടി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ